ഇനിയിപ്പോ സിഗരറ്റ് വലിക്കുന്നതും മദ്യപാനം എന്നെല്ലാം പറഞ്ഞ സാധനത്തിനെ കുറിച്ച് തെറ്റായ കുറെ ധാരണകളുണ്ട്. ഒരു മോശം ആൾക്കാരാന്നൊക്കെ ധാരണ ഉണ്ട്. മോശം ആൾക്കാരായിട്ടൊന്നും അല്ല, അതിൽ പെട്ടതാണ്. പ്രമേഹം എന്ന് പറഞ്ഞ സൂക്കേട് കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രമേഹം ഉണ്ടോ നിങ്ങൾക്ക്? BP ബ്ലഡ് പ്രഷറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാ BP-ക്കും പ്രമേഹത്തിനും ഒന്നും ഈ മരുന്നില്ല കൃത്യമായിട്ട്. മരുന്നിങ്ങനെ കുടിച്ചാൽ ക്യാൻസറിന് മരുന്നില്ല. മരുന്ന് കുടിക്കും തോറും നമുക്ക് ജീവൻ നിലനിർത്തി കിട്ടുന്നു മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും മാറൂല. പക്ഷെ നാട്ടിൽ മദ്യപാനവും കഞ്ചാവ് വലിയുള്ള ആരെങ്കിലും നിങ്ങളെ കുടുംബത്തിലോ വീട്ടിലോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതൊരു അസുഖമാണ്. 80% ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണ് പുകവലിയും മദ്യപാനവും. നമ്മൾ ലഹരിക്കെതിരെ ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ നാട്ടിലും നിങ്ങളെ വീട്ടിലും ആരെങ്കിലും മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം സൂക്കേടാണത്. ആ സൂക്കേട് ചികിത്സിച്ചാൽ മാറും. കേരളത്തിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും വിമുക്തി എന്ന പേരിൽ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. അവിടെ നമ്മളെ കൊണ്ടുപോയാൽ അവനെ നമുക്ക് നല്ല മനുഷ്യനായി, അവളെ നല്ല മനുഷ്യ സ്ത്രീയായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന നട്ടലുണ്ട് എന്ന് ഞാൻ കരുതുന്ന ബോധമുള്ള ഒരു ചുറുചുറുക്കുള്ള സംഘടനാ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും മദ്യപിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് വിമുക്തി എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയാൽ ഒരു പരിപൂർണമായിട്ട് ചികിത്സിച്ച് മാറ്റിത്തരും. നിങ്ങൾ ആരെങ്കിലും ചെയ്തു അത്? നമ്മൾ കള്ളുപിടിച്ചാൽ നശിച്ചു, ആടി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയും കൂടിയുണ്ട്. നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും ഹാൻഡ്സ് വെക്കുന്നത്, ഇങ്ങനെ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കുന്ന കണ്ടിട്ടുണ്ടോ? സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ, കള്ള് കുടിക്കുന്നത് കണ്ടാൽ, എന്തെങ്കിലും തരത്തിൽ DJ പാർട്ടിയിൽ രാവിലെ തൊട്ട് രാത്രി വരെ തുള്ളുന്ന ചങ്ങായിനെ കണ്ടാൽ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് പേടി വേണ്ട. നിങ്ങൾക്ക് 99 95 96 666 എന്ന് പറയുന്ന പോലീസിന്റെ യോദ്ധാവ് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് വിടുക. അത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കിടന്നുറങ്ങിയാലില്ലേ, യോദ്ധാവ് വന്നിട്ട് ചങ്ങായിനി കൊണ്ടങ്ങ് പോകും. യോദ്ധാവ് ഇവിടുത്തെ പോലീസുകാരല്ല, അതിന് പ്രത്യേക തരം പോലീസുകാർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതുവരെ നല്ല കുട്ടികളെന്ന രീതിയിൽ ഒരാളെങ്കിലും സംരക്ഷിക്കാൻ, ഒരാളെങ്കിലും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതുകൊണ്ട് നമ്പർ പറഞ്ഞോണ്ട 99 95 96 99 95 96 66 46 അത്രേ ഉള്ളൂ. അതിലേക്ക് ഫോട്ടോ എടുത്ത്. പക്ഷെ ആ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം WWW എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാവണം. വാട്ട്, വെൻ, വെർ. എവിടെ, എപ്പോൾ, എന്ത്, എങ്ങനെ. അപ്പൊ നിങ്ങൾ ഓട്. അങ്ങനെ ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗലോകം ഒരു സ്റ്റെപ്പും കൂടി അടുത്താണ്.